ആദ്യം തന്നെ എല്ലാവർക്കും 77ാമത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ചായയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കലം വാങ്ങിയത് ചായ ഉണ്ടാക്കാനാണ് കേട്ടോ. പക്ഷെ 2 പ്രാവശ്യം ചായ ഉണ്ടാക്കി എനിക്ക് പണി കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് പണി കിട്ടിയോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് കണ്ടറിയാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തു, കപ്പെടുത്ത് പാല് അളന്നെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് മൺകലത്തിൽ ചായ റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അംഗൻവാടിയിലത്തെ കുട്ടികളെ പരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടിഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കപ്പ് പാല് കലത്തേക്ക് വെച്ചിട്ട് ഇതാ അടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന ടൈമായപ്പോൾ ഞാൻ കുറച്ചധികം ചായപ്പൊടി ഇട്ട് കൊടുത്തു. പാൽ ചായ ആകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. പിന്നെ ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച് പഞ്ചസാര ഇട്ട് തിളച്ച് പൊങ്ങി വന്ന് ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ ദാ പോണേ ഫുള്ളായിട്ട് പോയിട്ടോ. ഒരു 1.5 ഗ്ലാസ് ചായ കിട്ടിയതുള്ളൂ 4 ഗ്ലാസ് ചായക്ക് വെച്ചിട്ട്. അപ്പോൾ ചായ ഫുള്ള് തിളച്ച് പോയി. ഞാൻ അതൊക്കെ തുടച്ച് നന്നാക്കി എടുത്തിട്ട് വേണം. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും പണി കിട്ടി, ഇപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ച് അങ്ങനെ ഞാനൊരു കപ്പ് ചായയും കൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ലിജു ബേബി ഉണർന്ന് ഓന് കുറച്ച് പാലൊക്കെ കൊടുത്ത്. പിന്നെ ഇതാ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മക്കളൊക്കെ വിളിക്കാതെ എണീറ്റ് വരും കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ അങ്ങനെയാണ്. മദ്രസും സ്കൂളും ഇല്ലാത്ത ദിവസം നേരത്തെ എണീറ്റ് വരും, അല്ലാത്ത ദിവസം വിളിച്ച് വണ്ടി വരുന്ന ടൈം ആകുമ്പോഴേ എണീക്കുള്ളൂ. പിന്നെ ഞാൻ ഈ ചായക്ക് കടിയൊക്കെ റെഡിയാക്കി. പിന്നെ ചോറ് എടുത്തിട്ടു. പിന്നെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് അംഗൻവാടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇഷുമോളെ സ്കൂളിൽ ചെറുതായിട്ട് പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞയച്ചിട്ടില്ല. അപ്പം ഞാനും മക്കളും കൂടെ അംഗൻവാടിക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ ലിജു ബേബിക്ക് എന്നും ഇല്ലാത്തൊരു സ്വഭാവം, നിലത്തിറങ്ങണില്ല. അപ്പം അങ്ങനെ ടീച്ചർ ഓനെ ഇങ്ങനെ നിലത്തിറക്കാൻ വേണ്ടിയപ്പോൾ നോക്കുകയാണ്, പക്ഷേ എന്തായാലും ഇറങ്ങില്ല. മറ്റേത് ടീച്ചറെ കൈയ്യൊക്കെ ചാടിക്കാണ്ട് എന്നോട് അറിയുന്ന വെച്ച് പൊയ്ക്കോ പറയുന്ന ആളാണ്. ഇന്നിപ്പോൾ നമ്മളും അവിടെ നിൽക്കാൻ വേണ്ടി ചെന്നതാന്ന് ഓന് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. പിന്നെ എല്ലാ മക്കളും പാരൻസും ഒക്കെ വന്ന് അതിനുശേഷം പതാക ഉയർത്തുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം ഇന്ന് മഴ ഈ ഒരു ടൈമിൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഉഷാറായിട്ട് സംഗതി നടന്നു. ഭാരതമാത ജയിക്കട്ടെ, ഭാരതമാത ജയിക്കട്ടെ. എല്ലാം അഭിമാനത്തിൻ ദിനമല്ലോ, അഭിമാനത്തിൻ ദിനമല്ലോ. കൊള്ളക്കാരാം വെള്ളക്കാരെ നാടുകടത്തിയ ധീര ജവാന്മാരെ ഓർത്തിട, ആദരവോട് സ്മരിച്ചിട. മൂവർണ്ണക്കൊടി പാറിക്കാം, ഭാരതമാത ജയിക്കട്ടെ, ഭാരതമാത ജയിക്കട്ടെ, ഭാരതമാത ജയിക്കട്ടെ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരനും വൃദ്ധന്മാരെയും മുതിർന്നവരെയും ഒരുപോലെ ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ജയ് ഹിന്ദ്. എല്ലാവരും വലത് കൈ ആരാണ് ഈ കരയുന്നത്? പാരൻസും ടീച്ചേഴ്സൊക്കെ നിന്ന് ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇതാ നമ്മുടെ സ്വാതന്ത്ര്യദിന ഗാനങ്ങളൊക്കെ പാടി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പ്രതിജ്ഞ ചൊല്ലി ദേശീയഗാനം ചൊല്ലി കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ മുറിയിൽ കയറിയിട്ട് ഇതാ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം 2-3 വർഷം അംഗൻവാടി മാത്രം പഠിച്ച 1ാം ക്ലാസ്സിൽ പോയ കുട്ടികൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി, അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും കിട്ടില്ല. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ ഉച്ചക്കുള്ള പരിപാടിയാണ്. ചോറടുപ്പത്തിട്ട് പോവാനുള്ള തിരക്കിലേനി ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീടും ഇതൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓടിപ്പോയിക്കേന് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കണേ ഒന്നും ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടില്ലേനി. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം ഞാനിതാ സാമ്പാറും
കുക്കറിൽ ഇട്ടിട്ടുണ്ട്. സോയാബീൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കഴുകി ഇതാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മസാലയൊക്കെ പൊട്ടിയെടുക്കുകയാണ്. പിന്നെ സോയാബീൻക്ക് വെളുത്തുള്ളി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റുമാണ്, പിന്നെ നല്ലതുമാണ് കേട്ടോ ഗ്യാസിനൊക്കെ. അപ്പോഴാണ് എനിക്കൊരു പാൽ ചായ കുടിക്കാൻ വേണ്ടി ഭയങ്കര പൂതി. പിന്നെ അതുമല്ല ഇമ്മ വന്നിട്ട് ഉമ്മാക്കൊന്നും കൊടുത്തിട്ടില്ലേനി, വേഗം ഞാൻ ഓടിപ്പോയത് എന്നിട്ട് ടൈമായപ്പോൾ. പിന്നെ ഉമ്മ ഞാനൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ സോയാബീനൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ച് അപ്പോഴത്തേന് ഇതാ ഉച്ച ബാങ്ക് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടേനി കേട്ടോ. ളുഹർ ബാങ്കൊക്കെ കൊടുത്തപ്പോഴത്തേന് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേനി, ഒന്ന് വറവിട്ടെടുക്കണ്ടേനി. അപ്പം ഇത് തേങ്ങ അരക്കാത്ത നമ്മളെ സാമ്പാറാണ് കേട്ടോ, പൊടി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസും പരിപ്പും ഇതൊക്കെ ഒന്നിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ മതി, വേറൊന്നും വേണ്ട, ഫ്രിഡ്ജിൽ ചിക്കനൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചല്ലേ അപ്പം ഇതാക്കാൻ വിചാരിച്ചു. ഞാനും ഉമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇക്ക ഇവിടില്ല, എൻ്റെ ഒപ്പം ഇവിടില്ല. പിന്നെ രാത്രിക്കൊക്കെ ഇപ്പോൾ വരാനാകുമ്പോഴത്തേന് എന്തെങ്കിലും ഫുഡൊക്കെ റെഡിയാക്കാൻ വിചാരിച്ച്. പിന്നെ മക്കൾ കളിക്കണമൊക്കെ കുറച്ച് ടൈമൊക്കെ നോക്കിയിരുന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഓരോ ദിവസം ഓരോ മോഡൽ ലേസാണ് ഇറങ്ങുന്നത്. അതിൽ പല ടൈപ്പ് ടോയ്സുമാണ്. ചെവിക്ക് ഒരു സ്വൈര്യമില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കണം. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കടയിൽ പോകുക, അപ്പോൾ ഇക്കല്ലാത്തതുകൊണ്ട് സാധനം വാങ്ങാൻ വേണ്ടി മക്കൾ തന്നെ പോകണം. അപ്പം പിന്നെ ഇതാ ഓരോന്ന് വാങ്ങിക്കൊണ്ടുവരും. ഓരോരുത്തരുടെ ബലൂണും ഓരോരോ ഷേപ്പാണ്. അപ്പോൾ എനിക്ക് ആ ഷേപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കച്ചറ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല രസം. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് പായസമൊക്കെ ഉണ്ടാക്കിനി, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.